നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനമാണ് ടൊയോട്ട ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക്. റിലയബിലിറ്റിയുടെ കാര്യത്തിൽ നമ്പർ 1 ആയിട്ടുള്ളൊരു വാഹനമാണ് ടൊയോട്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനമാണിത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എൻജിൻ റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്കിതിൻ്റെ എൻജിൻ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഹെവി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹെവിയാണ്. നമുക്ക് ഇതിങ്ങനെ ഒന്ന് പൊക്കി വയ്ക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സിലിണ്ടർ ടർബോ ചാർജറുള്ള ഒരു എൻജിനാണ്. ഇതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 2755 cc ആണ്. 1600-നും 2800 RPM ഇടയ്ക്ക് നമുക്ക് 500 ന്യൂട്രൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോർക്ക് വന്നിട്ട്. നല്ല ഹെവി ടോർക്കാണ് ഈ എൻജിൻ, ഡീസൽ എൻജിൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ പവർ ഔട്ട്പുട്ട് വന്നിട്ട് 150 kW ആണ്. അതായത് 3000-നും 3400 RPM ഇടയ്ക്ക് നമുക്ക് 150 kW ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വന്നിട്ട്. എൻജിനാണെങ്കിൽ നമുക്ക് ഇൻസുലേഷനും മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. വലിയ നോയ്സി ആയിട്ടുള്ള എൻജിനൊന്നുമല്ല. ക്യാബിനകത്തിരുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ നല്ല മാസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാണാം. വളരെ ചെറിയൊരു ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിന്. പിന്നെ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റുകൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അലുമിനിയം ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊങ്ങിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര മാസീവ് ലുക്കാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ടയർ ഭാഗം വന്നിട്ട് 17 ഇഞ്ച് ടയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നല്ല നീളത്തിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഫുഡ് റെസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം. നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും 2 വീലുകളും ഡിസ്ക് ബ്രേക്കുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗം. അതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് ഒക്കെ നല്ല ഗ്രാൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ വലിയൊരു റിയർ വ്യൂ മിറർ, വളരെ വലുതാണ്. നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയർ വ്യൂ മിററാണ്. അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന് മൊത്തം നീളം വന്നിട്ട് 4795 mm ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വന്നിട്ട് 1855 mm ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് വന്നിട്ട് 1835 mm ആണ്. വീൽ ബേസ് വന്നിട്ട് നമുക്ക് 2745 mm ആണ്. ടേണിംഗ് റേഡിയസ് 5.8 മീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. 2610 കിലോഗ്രാം ആണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 80 ലിറ്റേഴ്സ് ആണ്. നമുക്ക് ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇവിടുത്തെ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്കിങ്ങനെ സ്റ്റിയറിംഗ് മുമ്പോട്ടും പുറകോട്ടും ആക്കാനും പറ്റും. അതുപോലെ തന്നെ മുകളിലേക്കും താഴത്തേക്കും ആക്കാൻ പറ്റും. നമുക്ക് ഏത് ലൊക്കേഷനിലാണ് വേണമെന്ന് വെച്ചാൽ അവിടെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ അങ്ങോട്ട് ലോക്ക് ചെയ്താൽ മതി. താഴത്തൊരു ലോക്ക് സ്വിച്ചും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കൺട്രോൾ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ എടുക്കാനുള്ള ഓപ്ഷൻ, കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ തന്നെ വോയിസ് കമാൻഡിങ്ങിൻ്റെ ഓപ്ഷൻസ്, അങ്ങനെയുള്ള കൺട്രോൾ സിസ്റ്റംസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ വൈപ്പറിൻ്റെ സ്വിച്ച് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വൈപ്പറിൻ്റെ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുകളെല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് പാഡിൽ ഷിഫ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഈ വാഹനത്തിന്. ഇവിടെ പാഡിൽ ഷിഫ്റ്റിൻ്റെ ബട്ടണൊക്കെ കൊണ്ട് +- ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ സ്റ്റിയറിംഗ് വീലിന് ഇവിടെ നമുക്ക് ഒരു അലുമിനിയം ഫിനിഷിംഗ് മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സെൻട്രലിൽ തന്നെ അതിൻ്റെ ഹോണും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു വുഡൻ ഫിനിഷിംഗ് ആയിട്ടാണ് സ്റ്റിയറിംഗ് ഉള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കിയാൽ താഴത്തായിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ ഹീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേറ്റർ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് സ്പീഡോമീറ്റർ ഇവിടെ കിട്ടും. നമുക്ക് RPMൻ്റെ ഇൻഡിക്കേഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കളർ ഡിസ്പ്ലേയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രലായിട്ട് കിലോമീറ്റർ എത്ര ഓടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. വീൽ എങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, അതുപോലെ തന്നെ ഏത് ഡോറാണ് ഓപ്പൺ എന്നുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് സെൻറ്ററിൽ തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ലെതർ സ്റ്റിച്ചിങ് ആയിട്ടുള്ള പോർഷനൊക്കെ കാണാൻ സാധിക്കും. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്, ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പ്ലാസ്റ്റിക്കുകളാണ്. പിന്നെ AC യുടെ വെന്റുകൾ കണ്ടില്ലേ,
ഇതാണ് എ സിയുടെ വെന്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൻ്റെ സൈഡിലായിട്ട് പിയാനോ ഫിനിഷിങ് മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഡുവൽ ടോൺ എ സി ഉണ്ട്. അതായത് നമുക്ക് എ സി ഫ്രണ്ടിൽ മാത്രം വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ, റിയറിലേക്കും പോകണമെങ്കിൽ ഡുവൽ ടോൺ എ സി മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ സീറ്റിന് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റാണ്. അതിൻ്റെ കൺട്രോളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു 2 കപ്പ് ഹോൾഡറും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിന് തന്നെ സ്പ്രിംഗ് ലോഡഡ് കപ്പ് ഹോൾഡറാണ് ഇത്. ആക്ച്വലി 2 ചെറിയ ബോട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതിനുശേഷം പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഇതൊരു വുഡൻ ഫിനിഷിംഗ് ആണ് ഇവിടെ ശരിക്കും കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് അലുമിനിയം ഫിനിഷിംഗ് പ്രീമിയം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം ഈ എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്, ഇങ്ങനെ 3 മോഡുകളിലേക്ക് മാറ്റിയിടാനുള്ള സ്വിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഒറ്റ സ്വിച്ചിൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, സ്വിച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് സ്വിച്ച് കൊടുക്കാനുള്ള പ്രൊവിഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ കൺസോളിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. സ്റ്റോറേജ് സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണൊക്കെ ഇവിടെ കിട്ടും. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അമർത്തി വെക്കുക. സോ ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ നമുക്ക് ഞാനിപ്പോൾ എൻജിൻ ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിവിടെ ഫ്യൂവൽ, അതായത് ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയും കിട്ടും. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഡോറിൽ തന്നെ എല്ലാ പവർ വിൻഡോകളും വർക്ക് ചെയ്യിക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ല പ്രീമിയം ആയിട്ടുള്ള സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അലുമിനിയം ഫിനിഷിങ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, നോ? അലുമിനിയം ഫിനിഷിങ്. പിന്നെ ഇവിടെ ട്യൂട്ടറിൻ്റെ പ്രൊവിഷൻസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ എ സിയുടെ ഫ്ലോ എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനും മുകളിലേക്കും താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ള എല്ലാ പ്രൊവിഷൻസും ഇവിടെയുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്ലോസ് ആയി, അതിലും കാറ്റ് വരത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, സീരീസ്. നമുക്ക് ചായക്കപ്പ് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണിത്. ചായക്കപ്പ് വെച്ച് നമുക്ക് കണ്ടില്ലേ, ചായ രണ്ടായിട്ട് ഉപയോഗിക്കാം. അങ്ങോട്ട് വലിയിട്ട് കഴിഞ്ഞാൽ ഫുൾ വലിയൊരു സ്റ്റോറേജുമായി. ഇതിങ്ങനെ അകത്തുനിന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചായയൊക്കെ പിറക്കി വെക്കാം, ജ്യൂസും ചായയൊക്കെ. 2 സൈഡിലും ഇതിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ അടച്ചു വെക്കാൻ ആവശ്യമില്ലാത്ത സമയത്ത്. അത് ഗ്രേറ്റ് ഫീച്ചേഴ്സ്. അത് വളരെ ആവശ്യമുള്ളൊരു ഫീച്ചർ കൂടി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മുടെ കൂളിംഗ് ഗ്ലാസ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിയൊക്കെ വെക്കാനായിട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ കണ്ണാടിയൊക്കെ ഇങ്ങനെ വെക്കുക, ഇതുപോലെ ക്ലോസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വാഹനത്തിന്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോർ സ്വിച്ച്, എനേബിൾ ഡിസേബിൾ ഓപ്ഷൻസ് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിററുകളാണ്. നമുക്ക് എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ള ബട്ടൺ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓട്ടോ ഡിമ്മിങ് മിറർ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. പിന്നെ നമുക്കിവിടെ സൺ ബ്ലൈൻഡിൽ തന്നെ നമുക്ക് വാനിറ്റി മിററുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് എലിമിനേറ്റഡ് ആയിട്ടുള്ള വാനിറ്റി മിററുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ നോക്കി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ സീറ്റുകളെല്ലാം ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. അത് കൂടാതെ നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കി, വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഈ സീറ്റുകളൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും എല്ലാം നമുക്ക് ഈ ഒരു ബട്ടണുകളിൽ കൂടി സാധിക്കും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ കോ പാസഞ്ചർ സീറ്റും നമുക്കിത് പവേർഡാണ്. നമുക്ക് മുമ്പോട്ടും പുറകോട്ടൊക്കെ മാറ്റാനൊക്കെ ആയിട്ടാണ് ഈ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പൊക്കാനും താത്താനും എല്ലാ സംവിധാനവും ഈ ഒരു വാഹനത്തിനകത്ത് തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ചവിട്ടിയിട്ട് ഈ ഹാൻഡ് ഗ്രിപ്പിൽ പിടിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കയറിയിരിക്കാം. വളരെ കംഫർട്ടബിളായിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ടൊയോട്ട ഫോർച്യൂണർ. പിന്നെ ഈ വാഹനത്തിന് മറ്റൊരു കാര്യം, ഈ ഒരു ഗ്ലൗ ബോക്സില്ലേ, ഇത് കോൾഡ് ഗ്ലൗ ബോക്സ് ആണ്. ഇപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ പോലെ ഇൻസുലിനൊക്കെ ക്യാരി ചെയ്യേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് കൊണ്ടുപോകാം. അതായത് നല്ല തണുപ്പാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഈ ഒരു ലൈനിങ് ഉണ്ടല്ലേ, ഇത് ശരിക്കും പറഞ്ഞ് ഈ വാഹനത്തിന് ഭയങ്കര ഒരു വലിയ ഹൈലൈറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോം ഫിനിഷിങ്ങുള്ള ഈ ഒരു ലൈനിങ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സിഗ്നേച്ചർ. പിന്നെ ഈ ഒരു ഗ്ലാസുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇപ്പം മഴയും കൂടി പെയ്തുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഒരു സ്പോയിലറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇവിടെ ബ്രേക്ക് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. റിയർ വൈപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ക്രോമിൻ ഫിനിഷിങ് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഫോർച്യൂണർ എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ഹൈറ്റുള്ളൊരു വണ്ടിയാണ്. നോക്കി,
അതുപോലെ തന്നെ നമുക്ക് ക്രോം ഫിനിഷിങ് ഫുൾ ഇവിടെയും കാണാൻ സാധിക്കും. ബ്രേക്ക് ലൈറ്റ് കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇലക്ട്രോണിക്കലി ഓപ്പൺ ഡിക്കിയാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. ഇലക്ട്രോണിക്കലി ഓപ്പൺ, അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് ബാഗേജ് സ്പേസും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ സ്പാനർ സെറ്റും ജാക്കി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ. നമുക്ക് ഇതുപോലൊരു കവറിട്ടിങ്ങനെ അടയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിലോ ഇവിടെ 2 വള്ളി കണ്ടില്ലേ, ഇത് രണ്ടും വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് മടക്കിയിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി അഥവാ നമുക്ക് ഇത് രണ്ടും പൊക്കി വെക്കണമെങ്കിൽ ഇങ്ങനെ 2 സൈഡിലേക്കും പൊക്കിയിട്ട് അവിടെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കണ്ടില്ലേ. അപ്പോൾ എന്ത് വലിയ ബൂട്ട് സ്പേസ് ആയെന്ന് നോക്കി. ഇറ്റ്സ് എ ഹെവി സ്പേസ്. ഇത് നമുക്ക് അവിടെ ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ബൂട്ട് ലോക്ക് ചെയ്യാനായിട്ട് താത്താനായിട്ട് നമുക്കിവിടെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ കുത്തിക്കഴിഞ്ഞാൽ തന്നെ അവൻ പോയി ലോക്ക് ആയിക്കോളും. പതിയെ ചെന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങോട്ട് ലോക്കാവും. ഈ ഒരു ബൂട്ട് ഡോറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഇത് ലോക്ക് ചെയ്യണ സമയത്ത് ഏതെങ്കിലും കുട്ടികൾ ഇവിടെ നിന്ന് താഴത്ത് നിൽക്കുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിൽക്കും. അത് തന്നെ വലിച്ചു കൊണ്ടുപോയി അടയ്ക്കുകയൊന്നുമില്ല. അതിനുശേഷം നമ്മൾ രണ്ടാമത് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇത് മുകളിലേക്ക് പോകും. പിന്നെ നമ്മൾ താഴത്തേക്ക് വരുന്ന സമയത്ത് സപ്പോസ് നമ്മുടെ കൈ ഇരുന്നാലും മതി, അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ നിന്നാലും മതി, അവരിങ്ങനെ കൊണ്ടിട്ട് നേരെ അവിടെ നിൽക്കും. പിന്നെ അത് താഴത്തേക്ക് പോയി അടഞ്ഞ് ജാമാകത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തായിരുന്നു ഡീസൽ ടാങ്കിൻ്റെ നോബും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് തുറന്ന ആവശ്യത്തിന് ശേഷം ഇതുപോലെ അടച്ചു വയ്ക്കാം. ഇവിടെ നമുക്ക് റൂഫ് റെയിലുണ്ട്. ഏകദേശം ഫ്രണ്ട് മിഡിൽ പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ എത്തുന്ന അലുമിനിയം ഫിനിഷിംഗ് ആയിട്ടുള്ള റൂഫ് റെയിലും മറ്റു കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനകത്തുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കയറാനായിട്ടൊക്കെ എന്ത് വലിയ സ്പേസ് എന്ന് നോക്കി, എത്ര വലിയ ഓപ്പണിംഗ് എന്ന് നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്തേക്ക് കയറാം. സിമ്പിളായിട്ട് ഇവിടെ കാലി ചവിട്ടി ഈസി ആയിട്ട് ഇതിനകത്ത് കയറിയിരിക്കാം. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് സീറ്റ് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ചായക്കണമെങ്കിലുള്ള ഓപ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലെ ഡോറിലും താഴത്ത് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോട്ടിൽ ഹോൾഡറിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓട്ടോമാറ്റിക്കാണ് പവർ വിൻഡോ. അതുപോലെ തന്നെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് അലുമിനിയത്തിൻ്റെ ഫിനിഷിങ്ങും ഇവിടെ കാണാൻ സാധിക്കും. അലുമിനിയാണ്. അതുപോലെ തന്നെ ഫോർച്യൂണറിൻ്റെ ഒരു ബാഡ്ജിങ്ങും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്പീക്കറിൻ്റെ പോർഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇതെന്ത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അടിച്ച് വെളിയിലേക്ക് കളയാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടി ദൂരോട്ട് കളയാം. അങ്ങനെ ഈസി ആയിട്ട് പൊടിയൊക്കെ തട്ടിക്കളയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പായിട്ടുള്ള സീറ്റ് ബെൽറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഹൈറ്റുള്ള ആൾക്കാർ വന്നാൽ ഇത് മുകളിലേക്ക് പൊക്കി വയ്ക്കുകയോ താഴ്ത്തി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതും വളരെ സ്മൂത്താണ്. ഈ സീറ്റ് ബെൽറ്റ് വലിച്ച് ഊരാനും എടുക്കാനും ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്, വളരെ ഈസി ആയിട്ടുണ്ട്. നമുക്കിവിടെ കുത്താനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ നമ്മൾ ഇരിക്കുമ്പോഴുള്ള നല്ലൊരു ടൈ സപ്പോർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നല്ലൊരു ടൈ സപ്പോർട്ടുണ്ട്. ലോങ് ജേർണിക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ടൈ സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്ലെറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയുണ്ട്. സെൻട്രൽ ടണലൊക്കെ വളരെ ചെറിയൊരു സെൻട്രൽ ടണലാണ്, ഒരുപാട് വലുതൊന്നുമല്ല. അതുപോലെ തന്നെ സീറ്റിലെ ഹുക്ക് ഈ ഭാഗത്തും ഉണ്ട്, ഇവിടെയുണ്ട്, 2 സ്ഥലത്തും ഉണ്ടത്. ചെറിയൊരു ഡോർ പോക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ 60-40 ആയിട്ടുള്ള സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കുട്ടികളുടെ സീറ്റൊക്കെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ AC വെൻറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. കണ്ടില്ലേ, AC വെൻറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് AC-യുടെ പുറയിലേക്കുള്ള AC-യുടെ കൺട്രോൾ സ്വിച്ചും ഓട്ടോമാറ്റിക് വേണോ അത് ഓഫ് ചെയ്തിടണോ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ പുറകിലത്തെ ലൈറ്റുകളൊക്കെ ഓണാക്കാനും ഓഫാക്കാനുമുള്ള സ്വിച്ചുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കേട്ടോ ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിനകത്ത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമും ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഈ ഹെഡ് റൂം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ പോർഷൻ കണ്ട കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വളരെ വിശാലമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ടൊയോട്ട ഫോർച്യൂണർ. ലോങ് ഡ്രൈവിനോ ഷോർട്ട് ഡ്രൈവിനോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർ. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ലിവർ കണ്ടില്ലേ, ഈ ലിവർ ജസ്റ്റ് ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഒറ്റ വിരൽ മതി നമുക്ക് സീറ്റ് മടക്കാനായിട്ട്. ഈസി ആയിട്ട് നമുക്ക് പുറകോട്ട് കയറിയിരിക്കാം. അവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസും പോലെയൊക്കെ കാണാൻ സാധിക്കും. 2 സൈഡിലും ഉണ്ട്, നല്ല സ്പേഷ്യസ്. ഈവൻ ബാക്ക് സൈഡിലെ സീറ്റ് നമുക്ക്
അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. അത് ഞാൻ പുറകിൽ നിന്ന് കാണിച്ചു തരാം. ഇതിൽ പിടിച്ച് നമുക്ക് ആവശ്യത്തിന് പുറകോട്ട് മാറണമെങ്കിൽ ഇത് ഇത്രയും നമുക്ക് പുറകോട്ട് ചാരി ഇടണമെങ്കിൽ ചാരി ഇടാം. കണ്ടോ, ഇതകത്തിരുന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ രണ്ട് സീറ്റുകൾ നമുക്ക് അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടല്ലേ, സുഖമായിട്ട് ചാരി ഇരിക്കാം. ഇനി നമുക്ക് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഗിയർ ഇടുവാണ്, ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു, വളരെ സ്മൂത്തായിട്ട് ഇട്ടു. നമ്മളിവനെ അങ്ങ് ഡ്രൈവ് ചെയ്യണം. ചെറിയൊരു ഹമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് വളരെ നല്ലൊരു ഫീലാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. നമുക്കൊന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. വാവ്, വലിച്ചുകൊണ്ടൊക്കെ പോകുന്ന ഒരു സ്റ്റൈലാണ് ഇത് വാഹനത്തിനുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സിറ്റിംഗ് ഇരിക്കാനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ. നമുക്കിനി ടേണിംഗ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. ടേണിങ്ങും മറ്റ് വളവൊക്കെ ഒന്ന് തിരിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഈ വാഹനം. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ലൈറ്റാണ്. പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് സ്പീഡ് കൂടുന്നതനുസരിച്ച് കുറച്ച് ടൈറ്റായിട്ട് വരും. അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ കൂടിയുള്ള ഒരു സ്റ്റിയറിംഗ് ആണിത്. എന്നാൽ നമുക്ക് റോഡിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ റിയർ വ്യൂ മിററൊക്കെ വലിയതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ മാക്സിമം ഒഴിവാകുന്നുണ്ട് ഈ വാഹനത്തിനകത്ത്. പിന്നെ നമ്മൾ ഈ ഹമ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ചാടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ഗ്ലാസ്സൊക്കെ അങ്ങ് അടച്ച് കളയാം. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഉണ്ടോ വണ്ടി എത്രത്തോളം സൈലൻ്റ് ആയെന്ന് നോക്കിയാൽ, മുമ്പേ ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് സൈലൻ്റായി വാഹനം. ഗ്രേറ്റ് മെഷീൻ. നമുക്ക് റിയർ വ്യൂ ഈ മിററൊക്കെ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് നമ്മുടെ പുറകെ കൂടെയുള്ള വണ്ടി വരുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സീറ്റിംഗ് പൊസിഷൻ നല്ല ഹൈറ്റിലുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. നമുക്ക് ഈ ബോണറ്റുകളൊക്കെ കണ്ട് തന്നെ വാഹനം ഓടിക്കാൻ പറ്റും. നമുക്ക് ഈവൻ നമ്മുടെ ഷോൾഡറൊക്കെ ആണെങ്കിലും ഈ ഒരു വിൻഡോ ലൈനിലേക്കാളൊക്കെ മുകളിൽ നിൽക്കണമുണ്ട്. അതിന് നമുക്ക് നല്ലൊരു സിറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട് ആക്ച്വലി ഈ വാഹനത്തിന്. ട്രെയിനിങ് ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഈ ഒരു വാഹനം. ഈ വാഹനം ഒരു വലിയൊരു വാഹനമാണെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് ഓടിക്കുമ്പോൾ തോന്നിയില്ല. ഒരു സാധാരണ ചെറിയ കാർ ഓടിക്കുന്നതോട് തോന്നും, പക്ഷെ ഭയങ്കര മാസീവായിട്ടുള്ളൊരു സൈസുള്ളൊരു കാർ തന്നെയാണിത്. നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക് കൺട്രോൾ ഈ ഒരു വാഹനത്തിനുണ്ട്. ഇത്രയും വലിയൊരു വാഹനമാണ് നമ്മൾ ചവിട്ടി നിർത്തണം തോന്നിയില്ല. ഏകദേശം 2500 കിലോയിൽ മേളിൽ വെയിറ്റുള്ളൊരു വാഹനം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് ടൊയോട്ട ഈ വാഹനത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ കർവൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും നമുക്ക്. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് സ്റ്റിയറിംഗ് ആണ്. നമുക്ക് വളരെ പെർഫെക്റ്റ്. അതിൻ്റെ നമ്മൾ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആംബിയൻസ്. നമ്മളിപ്പോൾ കേരളത്തിൽ കൂടിയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് കേരള. നമ്മൾ കേരളത്തിൽ കോട്ടയം എന്നുള്ള സ്ഥലത്താണുള്ളത് ഇപ്പം. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ വാഹനം റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് നിപ്പോൺ ടൊയോട്ട ഏറ്റുമാനൂരിൽ നിന്നാണ്. ഒരു പേര് കൂടി ഒന്ന് പറയൂ പ്ലീസ്. എൻ്റെ പേര് ആദർശ്. ഫഹദ്. സെയിൽസിലാണോ ഉള്ളത്? സെയിൽസിലും മാർക്കറ്റിങ്ങിലും. അപ്പോൾ ഈ വാഹനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം. ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം, ഈവൻ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും വിളിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൊയോട്ട ഫോർച്യൂണർ എന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇത് 4x2 ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. ഇത് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് ഏകദേശം 48 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇനി പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഒരു സബ്സ്ക്രിപ്ഷൻ തന്നാൽ വളരെ ഉപകാരം. താങ്ക് യു.